ഗൈസ് മാസ്റ്റർപീസിന്റെ മറ്റു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് തമ്പനയിൽ കണ്ടതുപോലെ തന്നെ ഒരു എക്സ്പെരിമെൻ്റ് വീഡിയോ ആണ്. റോക്കറ്റാണ് എൻ്റെ കയ്യിലുള്ളത്. അതുപോലെ തന്നെ ഒരു റബ്ബർ പന്തുണ്ട്. റബ്ബർ പന്തിൽ റോക്കറ്റ് വെച്ചിട്ട് ഒരു പ്രത്യേക തരം എന്താ പറയുക ഒരു എക്സ്പെരിമെൻറ്റ് നടത്താൻ പോവുകയാണ്. എങ്ങനെ സംഭവിക്കും എന്നുള്ളത് അറിയില്ല. ചിലപ്പോൾ ഒരു മേശപ്പൂ ആവാം, ചിലപ്പോൾ മറ്റെന്തെങ്കിലുമൊക്കെ ആവാം. എന്തായാലും വീഡിയോ മുഴുവനായിട്ട് കാണുക, മനസ്സിലാക്കുക. മാസ്റ്റർപീസ് എന്ന് പറയുന്ന ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. അപ്പോൾ കൂടുതലായിട്ട് പറഞ്ഞാൽ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഗൈസ് അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇതാ റോക്കറ്റുകളാണ്. റോക്കറ്റ് ശരിക്കും 2 എണ്ണം മാത്രം മതി. അത്രയും റോക്കറ്റുകളൊന്നും വേണ്ട. 2 റോക്കറ്റ് നമ്മൾ എടുത്തതിന് ശേഷം ഈ ഒരു റബ്ബർ പന്തിൻ്റെ 2 ഭാഗത്തും കട്ട് ചെയ്തിട്ട് ഒട്ടിച്ച് കൊടുക്കാൻ പോവുകയാണ്. എന്നതിന് ശേഷം നമുക്ക് മേശപ്പൂ പോലെ തന്നെ ഇത് കറങ്ങുമോ എന്താ സംഭവിക്കുക എന്നുള്ളത് കാണാൻ പോവുകയാണ്. പിന്നെ മറ്റൊരു കാര്യം, വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇത് നിങ്ങൾ കണ്ടാൽ മാത്രം മതി, ആരും ചെയ്ത് നോക്കേണ്ട. ഒരു എക്സ്പെരിമെൻറ്റ് അല്ലെങ്കിൽ ഒരു എൻ്റർടൈൻമെൻ്റ് ആയിട്ട് മാത്രം ഈ ഒരു വീഡിയോ കാണുക. അല്ലാതെ ചെയ്ത് നോക്കി അപകടങ്ങളും കാര്യങ്ങളൊന്നും വരുത്തരുത്. അതിനാണ് ഫസ്റ്റ് തന്നെ ഒരു ബോർഡൊക്കെ ഇട്ടത് കേട്ടോ. കാരണം സേഫ് അല്ല എന്ന് തന്നെ പറയാം കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഗൈസ് ഇതാ സംഭവത്തിൽ നമ്മൾ ഇതേപോലെയുള്ള അതൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കില്ലേ. നമ്മുടെ കുട്ടിക്കാലത്തൊക്കെ ഇപ്പോഴൊന്നും കുട്ടികളത് ഉപയോഗിക്കുന്നുണ്ടോ എന്ന് നിങ്ങൾക്കറിയില്ല. കുട്ടിക്കാലത്തൊക്കെ നമ്മളിത് എടുക്കും, അതുപോലെ തന്നെ പൊട്ടുമ്പോൾ അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ ഉണ്ടെന്നുള്ളതൊക്കെ നോക്കും. അന്നത്തെ വാട്സ് ഇൻസൈഡൊക്കെ ഇതൊക്കെ ആയിരുന്നു കേട്ടോ നമ്മുടെ എല്ലാവരുടെയും. ഓക്കെ, അപ്പോൾ നമ്മൾ 6റിൻ്റെ ഒരു പന്ത് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ വില 30 രൂപയാണ്. അന്ന് 10 രൂപ 5 രൂപയൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പം 30 രൂപയാണ് ഇതേപോലുള്ള ഒരു 6 പന്തിന് കേട്ടോ. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നതാ ഈ റോക്കറ്റ് എടുത്തിട്ടുണ്ട്. ഈ റോക്കറ്റ് നമ്മൾ ഇത്രയും നീളമല്ല കാല് നമ്മളിവിടെ കട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ കുറച്ച് മാത്രം മതി. ഈ ഒരു ഭാഗം നമുക്ക് കട്ട് ചെയ്ത് ഒഴിവാക്കാം. ഈ ഒരു വടിയുടെ ആവശ്യമില്ല കേട്ടോ. നമുക്ക് അത് തന്നെ ഇവിടെ മുറിച്ച് ഒഴിവാക്കാം. ഓക്കെ, ഈ ഇത്രയും ഭാഗം മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ. അങ്ങനെ നമ്മളിത് രണ്ടും കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്തായിട്ട് ഈ റബ്ബർ പന്തിൽ നമ്മളിത് കണക്ട് ചെയ്യാൻ പോവുകയാണ്. ഒന്ന് ഇങ്ങോട്ടും രണ്ടാമത്തേത് ഇങ്ങോട്ടും, ഇങ്ങനെയാണ് നിർത്തേണ്ടത്. അതിനായിട്ട് എന്ത് ചെയ്യണം, ഡബിൾ ടാപ്പ് സ്റ്റിക്കർ നമ്മൾ ഒട്ടിക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ സാധ്യത തന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നതാ ഇതേപോലെയുള്ള ഡബിൾ ടാപ്പ് എടുക്കുക. 2 ഭാഗത്തും ഒട്ടുന്ന ഇതേപോലുള്ള ടാപ്പ് എടുത്തതിന് ശേഷം ഈ ഒരു ഭാഗത്ത് നമുക്ക് കറക്റ്റായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ അതേപോലെ ഡബിൾ ടാപ്പ് നമ്മളിതിലേക്ക് ഒട്ടിച്ചു കൊടുത്തു കഴിഞ്ഞു. അടുത്തായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒന്ന് ഇവിടെയും രണ്ടാമത്തെ നേരെ ഓപ്പോസിറ്റായിട്ട് ഈ ഭാഗത്തും വെച്ച് കൊടുക്കുന്നുണ്ട്. ഓക്കെ ഗൈസ്, ഇതേപോലെ നമ്മൾ ചെയ്തെടുത്തു കഴിഞ്ഞു. പിന്നെ അടുത്തായിട്ട് നമ്മൾ ഇതേപോലെയുള്ള ഇൻസുലേഷൻ ടാപ്പ് ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് ചുറ്റി കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ അതേപോലെ നമുക്ക് ചുറ്റി കൊടുക്കാം. ഇതിൽ നിന്നും വിട്ടു പോവാതിരിക്കാൻ വേണ്ടി കേട്ടോ. കറക്റ്റായിട്ട് ഇങ്ങനെ ചുറ്റി കൊടുക്കാം. അപ്പോൾ ഗൈസ് സംഭവത്തിൽ ഇത്രയും ചെയ്തിട്ടുള്ളൂ. ഇനി ഇവിടെയും ഒരുമിച്ച് തിരി കൊടുക്കും. അതോടുകൂടി നമ്മുടെ സംഭവം എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് നോക്കാം. എന്തായാലും നമുക്ക് ആകാംക്ഷയുണ്ട് എന്താണ് സംഭവിക്കുക എന്നുള്ള അറിയില്ല. ഈ ഡബിൾ ടാപ്പ് ഒന്ന് 10 പൈസക്ക് കേട്ടോ, സത്യം പറയുകയാണെങ്കിൽ ഒട്ടുന്നത് പോലും ഇല്ല. എന്തായാലും ഇതേപോലെ ആയിട്ടുണ്ട് 2 ഭാഗത്തും. നമ്മളിനി പ്രതീക്ഷിക്കണം എന്താണെന്ന് വെച്ചാൽ ഇവിടെയും തിരി കൊടുക്കുന്ന സമയത്ത് ഇങ്ങനെ റൗണ്ടായിട്ട് നമ്മളെ മേശപ്പൂവിൻ്റെ വലിയൊരു വെർഷനായിട്ടോ പ്രതീക്ഷിക്കണം. പക്ഷേ ഇത് പൊട്ടും എന്നുള്ള സംഭവത്താൽ കുറച്ചൊന്ന് ഓടേണ്ടി വരും. എന്തായാലും ഞാനിവിടെ മറ്റൊരു കാര്യം പറഞ്ഞുതരാം. ഇവിടെ ചെയ്യാൻ പോകുന്ന കാര്യം എന്താ വെച്ചാൽ നമുക്ക് ഒരുമിച്ച് 2നും തീ കൊടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഈ 2 തിരിയിൽ നിന്നും ഒരു തിരി ഇതേപോലെ തന്നെ നിലനിർത്തും. വലുതായിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഒഴിവാക്കാൻ പോവുകയാണ്. ഓക്കെ, ചെറിയൊരു തിരിയും വലിയ തിരിയും ആക്കി മാറ്റിയിട്ടുണ്ട്. കാരണം ഇത് തിരി കൊടുത്ത് ഇവിടെ കത്തുന്ന സമയം കൊണ്ട് ഇവിടെ കത്തിക്കാൻ വേണ്ടിയാണ്. 2 ഒരുമിച്ച് തന്നെ കത്തുന്നുള്ള പ്രതീക്ഷയിൽ. ഓക്കെ, അപ്പോൾ നമുക്ക് അതിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മളിതാ കത്തിക്കാൻ പോവുകയാണ്. അതിനായിട്ട് നമ്മൾ അവിടെ എടുത്തിരിക്കുന്നത് ഇതേപോലെയുള്ളൊരു പൂത്തിരി എടുത്തിട്ടുണ്ട്. പൂത്തിരി നമ്മൾ ആദ്യം തന്നെ പൂത്തിരി കത്തിക്കാൻ പോവുകയാണ്. അപ്പോൾ ഗൈസ് പൂത്തിരി കത്തിച്ചു. ഇനി നമ്മൾ ആദ്യം തന്നെ വലുതിന് തീ കൊടുക്കാം. അതേപോലെ തന്നെ ചെറുതും സംഭവത്തിൽ എന്താ സംഭവിച്ചു വെച്ചാൽ നല്ല പുകയും പൊടിയാണ്. ഒരു കയറ് വള്ളി അറ്റുപോയി. ഒന്നാമത്തേത് ആദ്യം പൊട്ടി, രണ്ടാമത്തെ കുറച്ച് വിട്ടുകിടുത്താ, രണ്ടാമത്തെ കുറച്ച് കഴിഞ്ഞാലും പൊട്ടിയതാണ്. സംഭവം ഉണ്ടോ, പാളിയിട്ടില്ലേ. ഇനിയിപ്പോൾ വീഡിയോ വിഷ്വൽ കിട്ടിയിട്ടുണ്ടോ ഇല്ലെന്നില്ല അറിയില്ല. നമ്മുടെ പന്ത് അവിടെ പന്ത് ഇതേപോലെ ഉണ്ട്. ഓ, ക്ലിയർ ഉണ്ടോ?
ആകെ മൊത്തത്തിൽ പുക വളിയിരിക്കുകയാണ്. വീഡിയോൻ്റെ വിഷ്വലും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഗൈസ് സംഭവത്തിൽ അതിൽ നിന്നൊക്കെ വിട്ടു വന്നിട്ടുണ്ട്. ഒരു പ്രാവശ്യം കൂടി നമ്മൾ ഒരു പ്രാവശ്യം ട്രൈ ചെയ്യുന്നുണ്ട് എങ്ങനെ ഉണ്ടാവും എന്നുള്ളത്. കാരണം കൊടുത്തു പോയിക്കും ഒന്നാമത്തെ തന്നെ കത്തിപ്പോയിട്ടോ, അതിന് രണ്ടാമത്തെ നമുക്ക് അതേപോലെ തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ ഗൈസ് നമ്മളിതാ വീണ്ടും ടെസ്റ്റ് ചെയ്യാൻ പോകുകയാണ്. പന്ത് ഇവിടെ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. സംഭവം അതാ പൊളിച്ചടക്കുക കേട്ടോ. ഒരു പ്രാവശ്യം കൂടി നമ്മൾ ചെയ്യാൻ പോകണം. ഇപ്രാവശ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് 2 പൂത്തിരിയെടുത്തതിന് ശേഷം ഒറ്റ ടൈമിൽ തന്നെ കൊടുക്കാൻ പോവുകയാണ്. വരുന്നിടത്ത് വെച്ച് കാണാം നമുക്ക്. അപ്പോൾ ഗൈസ് നമ്മളിതാ കൊടുക്കാൻ പോവാണ്. അടുത്തോട് പോയി അവിടെ ഒന്നേ പോലെ തന്നെ ക്യാമറ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ സംഭവത്തിൽ അടിപൊളി വിഷ്വലായിരുന്നില്ല. ഈ പ്രാവശ്യം രണ്ടാമത്തെ പ്രാവശ്യം അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. സംഭവം അതാ പന്തുണ്ടോ ഈ ഒരു രൂപത്തിലായിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു പ്രാവശ്യം കൂടി ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ടി ഒരു പ്രാവശ്യം കൂടി നമുക്ക് വിഷ്വൽ ക്ലിയർ ആവോ ഇല്ല എന്നുള്ള അറിയില്ല. അപ്പോൾ നോക്കാം എങ്ങനെ ഉണ്ട് എന്നുള്ളത്. അതിനായിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഡ്രോൺ ഒന്ന് പൊക്കിയിട്ട് ഡ്രോണിൻ്റെ വിഷ്വൽസ് കൂടി കാണിച്ചു തരാം കേട്ടോ. ഓക്കെ ഗൈസ്. അപ്പോൾ ഗൈസ് സംഭവത്തിൽ നമ്മൾ ഡ്രോണിൻ്റെ ഒരു ഷോട്ട് കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ സംഭവത്തിൽ പൊളിച്ചടക്കും. അതുകൂടി കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അന്നത്തെ വിഷ്വൽസ് നിർത്തുന്നതാണ്. നോക്കാം നമുക്ക് എങ്ങനെ ഉണ്ട് എന്നുള്ളത്. കുറച്ചുകൂടി പൊക്കിയിടാം. ഓക്കെ ഇത്രയും മതി. ഓക്കെ നമ്മളിതാ ഡ്രോൺ റെക്കോർഡ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഗൈസ് നമ്മളിതാ വീണ്ടും മൂന്നാമതായിട്ട് വീണ്ടും നമ്മൾ അതേപോലെ തന്നെ ചെയ്തെടുക്കാൻ പോവുകയാണ്. രണ്ടും ഒന്ന് കത്തിച്ചെടുക്കാം. ഓക്കെ ഗൈസ് സംഭവത്തിൽ നമ്മൾ കൊടുക്കാൻ പോട്ടോ. ഗൈസ് റെഡി. പൊളിച്ചടക്കിയിരിക്കുന്നു ഗൈസ്. സംഭവത്തിൽ പൊളിച്ചടക്കിയിരിക്കുകയാണ്. സംഭവം നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്തതിനേക്കാളും കൂടുതലായിട്ട് തന്നെ സംഭവം ഉണ്ടായിട്ടുണ്ട്. ഇനി ഞാൻ കാണിച്ചു തരാതാണ്ടോ നമ്മളെ ഈ പുകയൊക്കെ വന്നത് രണ്ടും ഇവിടെ തന്നെ നിന്നിട്ടുണ്ടോ. രണ്ടും പന്തുമ്പിൽ നിന്ന് തന്നെയാണ് പൊട്ടിയിരിക്കുന്നത്. സംഭവം എന്തായാലും കിടിലനായിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നുണ്ട്. ഒരു എക്സ്പെരിമെൻ്റൽ വീഡിയോ ആയിരുന്നു. 3 പ്രാവശ്യമായിട്ട് നമ്മൾ ട്രൈ ചെയ്തു. 3 പ്രാവശ്യം നിങ്ങൾ കണ്ടു കാണും. ആദ്യത്തെ സത്യം പറയുകയാണെങ്കിൽ പാളിപ്പോയതാണ്. രണ്ടാമത്തെ മൂന്നാമത്തെ നല്ല അടിപൊളിയായിരുന്നു. ഡ്രോൺ വിഷ്വലും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടല്ലോ അല്ലേ. ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇന്നത്തെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം പറയുക. നമ്മുടെ എക്സ്പെരിമെൻ്റൽ വീഡിയോസിൻ്റെ മറ്റൊരു തരത്തിലുള്ള വീഡിയോ എന്ന് മാത്രം കരുതിയാൽ മതി. അല്ലാതെ ആരും നെഗറ്റീവായിട്ട് എടുക്കേണ്ട, ആരും വീട്ടിൽ ഉപയോഗിക്കും വേണ്ട കേട്ടോ. എൻ്റർടൈൻമെൻ്റ് ആയിട്ട് മാത്രം കാണുക. അപ്പോൾ മാസ്റ്റർ പീസ് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തൊക്കെ ഇതുപോലുള്ള കിഡിലൻ വെറൈറ്റി വീഡിയോകളൊക്കെ വരുന്നതാണ്. അപ്പോൾ നല്ലൊരു കിഡിലൻ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.